അല്ല, ഈ മണ്ടന്മാരെ പോലീസുകാരുടെ കയ്യിൽ നിന്ന് നമ്മൾ ആകെ എത്ര തുക തട്ടിയെടുത്തു? എത്ര തുകയായാലും അത് വിഷയമില്ല ഡാർലിംഗ്. ആ മണ്ടൻ പോലീസുകാരുടെ മൂക്കിൻ തുമ്പത്ത് നിന്ന് അവരുടെ ആയിരക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്നതിൽ കിട്ടുന്ന സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെയാണ്. ബട്ട് ഈ രാത്രിയിൽ മറക്കാനാവാത്ത ഒരു സംഭവം എന്തെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട ഏഞ്ചൽ എന്നെ ഒറ്റിക്കൊടുത്തു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞതാണ്. വെയിറ്റ്, എന്ത്? നോ മോമ, ഞാനല്ല. അതാരോണാണ്? അതവൻ തന്നെയാണ്. നിങ്ങളെ പുറകിൽ നിന്ന് ഇത്രയും ഊള വർത്താനങ്ങൾ പറയുന്നത് ഇറോണിയാണ്. പറട്ടെ, കടുവേറി, മറ്റുള്ളവരുടെ കാലിൽ വീഴുന്ന നാണം കെട്ടവനെ. നിന്റെ കഴുത്ത് ഞാനിപ്പോ ഒടിച്ചു തരാടാ. ബോയ്സ് പ്ലീസ്, മമ്മയ്ക്ക് അറിയാം ആരാ ചതിച്ചതെന്ന്, കൃത്യമായി അറിയാം. നോ നോ, ഞാനൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ആ ചതിയനെ കണ്ടുപിടിച്ചില്ലേ മാമ? അല്ലെ, ആ ക്ലിയറൻസ് നോക്കുന്നവനാണ് അത് ചെയ്തതെന്നാണ് അവൻ പറഞ്ഞത്. എന്നെ വിശ്വസിക്കുമോ? ഞാനല്ല ചെയ്തത്. കേട്ടിട്ട് ഇവനെ ഗിൽറ്റി ഫീൽ ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ മമ്മ. യു ഷട്ട് അപ്പ്. ആ പാർട്ടിയിൽ മോമൊന്നും കഴിച്ചില്ലേ? വിശക്കുമ്പോൾ മോമിന് കുറച്ച് ദേഷ്യം കൂടുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ചോദിച്ചത്. നോ പ്ലീസ്. ഇറ്റ്സ് ഓക്കേ ബേബി. നിനക്കറിയില്ലേ മമ്മ പക ഒത്തിരി കാലം മനസ്സിൽ വെക്കാറില്ലെന്ന്. അങ്ങനെ ആരോണിനെ പെൻഗിൻ കൊല്ലും. അവൻ എനിക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. ഇനി മുതൽ നീയാണ് മമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ടവൻ. ത്രോൺ. മിസ്റ്റർ ത്രോൺ, മമ്മിക്ക് ഏകദേശം നമ്മളെ പറ്റി മനസ്സിലായിട്ടുണ്ട്. ആരോടാണ് ചാരനെന്നാണ് മമ്മ വിചാരിച്ചത്. പക്ഷേ അത് ഞാനാണെന്ന് മമ്മ ഉടനെ തന്നെ കണ്ടുപിടിക്കും. സോറി. എന്റെ ഈ ഓർഗനൈസേഷനിൽ നിന്നെ പോലുള്ള ഒരാളെ എനിക്ക് ആവശ്യമില്ല. സ്വന്തം അമ്മയെ പോലും ഒറ്റ കൊടുത്തവനല്ലേ നീ. വെയിറ്റ്, ബട്ട് യു പ്രോമിസ്ഡ്. ഞാൻ ഇനി എന്താ ചെയ്യുക? നോട്ട് മൈ പ്രോബ്ലം കിഡ്. ബൈ നൗ. വാട്ട് യു മീൻ ഗോൺ? മോട്ടോർ ബോട്ടുകളിൽ ഒരെണ്ണം എടുത്താണ് കടന്നു കളഞ്ഞത്. ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താകുമെന്ന് നിനക്ക് വല്ല ധാരണയുണ്ടോ? ത്രോൺ നിങ്ങളെ കൊണ്ട് റോങ്സിനെയാണ് കൊല്ലിച്ചതെന്നോ? നമ്മുടെ മൊത്തം ഓപ്പറേഷനെ പറ്റി എല്ലാവരോടും പറയുന്നതിന് മുമ്പ് അവനെ എന്ത് വില കൊടുത്തും പിടിക്കണം. ഗോ. എന്തോ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന ബാർബര പെട്ടെന്ന് ഒരാളുടെ അനക്കം കണ്ട് ഡോർ തുറന്നു നോക്കുന്നു. ഓ സ്വീറ്റി, താങ്ക് ഗോഡ്, ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ. ഇനി അതുപോലെ ഒരു തവണ വിളിച്ച നിന്റെ വായിൽ പല്ലുണ്ടാവില്ല. നിനക്ക് എന്താ വേണ്ടത്? ഐ നീഡ് യുവർ ഹെൽപ്പ് സ്വീറ്റ് മിസ് ഗോർഡൻ. അവരെന്നെ കൊല്ലും. മൈ മാമ. എന്ത്? നമ്മൾ കാണുന്നത് പോലെയല്ല അവർ. അവർക്കൊരു അധോലോക സാമ്രാജ്യമുണ്ട്. ഷീസ് എ സ്കാരി ലേഡി. പ്ലീസ്, നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റൂ. വൈ മീൻ? ഗോതം സിറ്റിയിൽ അഴിമതി കാണിക്കാത്ത ഒരു കോപ്പ് നിന്റെ ഡാഡ് മാത്രമാണ്. എനിക്ക് ഉറപ്പുണ്ട്. എന്നെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തിക്കും. ഞാനെല്ലാം തുറന്നു പറയാം. ഐ ആം ബിസി. എന്റെ പ്രധാനം എന്റെ കൺമുമ്പിലിട്ട് എന്റെ മാമ കൊന്നു. ഓഹ്, എന്തിനു ഞാൻ എന്റെ മോമിനെ വിട്ട് അത്ര കൊണ്ട് കൂടെ പോയത്? ഞാനത്ര വലിയ മണ്ടനാണ്. അവരൊരു സാധാരണ സ്ത്രീയല്ല, രാക്ഷസിയാണ്. അവരെന്നെ കൊല്ലും. എല്ലായിടത്തും ഞാൻ എപ്പോഴും ആളവാൻ നോക്കും. അതാ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. റൊണാൾഡ്, നിന്റെ കരച്ചിലൊന്നും നിർത്ത്. ആദ്യം ഈ പ്രശ്നം എങ്ങനെയെങ്കിലും തീർക്കട്ടെ. ഓ ഗോഡ്, അവരെന്നെ കണ്ടുപിടിച്ചു. ഞാൻ തീർന്നു. ഓക്കെ, എവിടെങ്കിലും ഒന്ന് പിടിച്ചിരിക്കേ. ഓ ഗോഡ്, പ്ലീസ്. നോ പാപ്പ, ഐ ആം സോറി. ഐ ആം സോ സോറി. ഓക്കെ, നീ ഈ സ്റ്റിയറിംഗ് ഒന്ന് പിടിക്കേ. എന്ത്? ഈ വണ്ടി ഒന്ന് പിടിക്കാനോ? സ്റ്റിയറിംഗ് പിടിക്കേ. അങ്ങനെ വലിയൊരു ഷൂട്ടൗട്ട് അവിടെ നടക്കുന്നു. ഇതിനിടയിൽ ബാർബരയുടെ കാറൊക്കെ ഒരു ഭിത്തിയിൽ ചെന്ന് ഇടിക്കുന്നുണ്ട്. വാ, പുറത്തേക്ക് ഇറങ്ങാ. ബാർബര തൻ്റെ ഗണ്ണെടുത്ത് അവരെ വെടിവെക്കാൻ ഒരുങ്ങുമ്പോൾ ബാറ്റ്മാൻ തൻ്റെ ബാറ്റ് മൊബൈൽ എന്ന കാറെടുത്ത് അവരെല്ലാം തെറിപ്പിച്ച് കളയുന്നു. അങ്ങനെ ഇവിടെ വെച്ചാണ് ബാർബര ബാറ്റ്മാൻ ആദ്യമായി കാണുന്നത്. ഞാൻ പറയുന്നത് കേൾക്കൂ. നമുക്കിപ്പോൾ തന്നെ ഇവിടുന്ന് മാറണം. സീക്രട്ടായ ഒരു പ്ലേസിലേക്ക് മാറാം. മോനെ, നീ ഒന്ന് അടങ്ങ്. ഞങ്ങൾ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാം. നോ, അത് നേരത്തെ ആണെങ്കിൽ നടന്നേനെ. ഇപ്പോൾ എൻ്റെ മോം എൻ്റെ പുറകിലുണ്ട്. ഷീ നോസ്. നീ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലല്ലേ? നിങ്ങൾക്ക് ഇപ്പോഴും കാര്യം മനസ്സിലായില്ലേ? അവരുടെ ശമ്പളം പറ്റുന്ന കോപ്സ് ഇവിടെ ഉണ്ട്. ഞാൻ എത്തിയത് അവരെന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഒട്ടും സേഫ് അല്ല ഇവിടെ. ഇവൻ എന്തായി പറയുന്നത്? എന്താ നടക്കുന്നത് ഫാസ്? നിങ്ങളൊരു കോൾ ചെയ്യണം. താങ്ക് യു ഡിറ്റക്റ്റീവ് ബുള്ളക്ക്. നിങ്ങൾ ഞങ്ങൾ ഒരുപാട് സഹായിച്ചു. നിനക്കും ഫ്ലാസിനും ഒരു 50 കൂടി ഈ വീക്കിൽ ഞാൻ തരാം. ആ ചെറുക്കൻ ഗോഡന്റെ അടുത്ത് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇൻസൈഡേഴ്സ് ഉണ്ടല്ലോ ഉള്ളിൽ. ഞാൻ പറയാം, നമുക്ക് ആരും അറിയാതെ തീർക്കാം. നോ, ഇനി സമയമില്ല. ഒരുപാട് വൈകി. അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്കൊരു ധാരണയില്ല.
ആ വുമൻ ഒരു ക്രിമിനൽ ജീനിയസ് ആണ്. മാസങ്ങളായി നിങ്ങളെ വിഡ്ഢികളാക്കി അവർ കളിപ്പിക്കുകയായിരുന്നു. ത്രോണിൻ്റെ ബിൽഡിങ്സ് വെറുതെ അങ്ങ് തകർന്നു പോയതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സ്വന്തമായൊരു മിലിറ്ററി ഗ്രേഡ് ലോങ് റേഞ്ച് പീരങ്കി വാങ്ങിയിട്ടുണ്ട് അവർ. ഐസ്ബർഗിലാണ് അത് വെച്ചിട്ടുള്ളത്. ഗോതത്തിലെ ഏത് പ്ലേസും തകർക്കാം. വെയർഹൗസ്, അപ്പാർട്ട്മെന്റ്സ്, പോലീസ് സ്റ്റേഷൻ. നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? കോസ്റ്റ് ഗാർഡിനെ വിളിച്ച് ഐസ്ബർഗ് ഇങ്ങോട്ട് അടുപ്പിക്കാൻ പറയാം. ബാർബറ, എവരിബഡി ഔട്ട് ഓഫ് ദ ബിൽഡിംഗ് നൗ ഗോ. വേഗം ചെയ്യും പിള്ളേരെ. ഇന്ന് രാത്രി നമ്മൾ ഈ ബിൽഡിംഗ് തകർത്ത് തരിപ്പണാക്കാൻ പോവുകയാണ്. ഹറിയപ്പ്, ഇങ്ങോട്ട് താ. ഒരുപാട് സമയം എടുക്കുന്നു. ഓക്കെ ബോയ്സ്, ലെറ്റ്സ് ലോഡ് ഇറ്റ് അപ്പ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഈ ബാറ്റ്മാൻ റിയൽ ആണല്ലേ. ഈ ചേട്ടയെ 2 പീസാക്കി ഓടിച്ചെടുക്കുക. യെസ് മാഡം. ഈഗിയും ബാറ്റ്മാനും തമ്മിൽ ഒരു ഗംഭീര ഫൈറ്റ് ഇവിടെ നടക്കും. ഇതിനിടയിൽ ആ പീരങ്കി സെറ്റ് ചെയ്യാൻ ഒരുങ്ങുകയാണ് പെൻഗിൻ. Scratch 1 പോലീസ് സ്റ്റേഷൻ. ഓക്കെ ഡ്രാക്കുള, നിനക്കുള്ള സമ്മാനം ഇതാ. പിന്നെ ബാറ്റ്മാനും പെൻഗിനും തമ്മിലായിരിക്കും ഫൈറ്റ്. എന്റെ മുന്നിൽ നിന്ന് മാറിക്കോ, വഴിമാറ്, വേഗം വണ്ടി എടുക്ക്. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. അലാറം അടിച്ചത് ആ നാശം പിടിച്ച പോലീസിനെ ഇവിടെ തനിച്ചാക്കി ഇട്ടുപോയി. ഓക്കെ ഹാങ് ഓൺ. ശ്രദ്ധിക്കുക, ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോസ്റ്റ് ഗാർഡാണ്. കളി കഴിഞ്ഞടാ കോമാളി, എന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്ക്. അങ്ങനെ ആ എല്ലാവരും police station പുറത്തെത്തിയെന്ന് തോന്നുന്നു. See that? നമ്മളെല്ലാവരും ലോസ്. ആ വീട്ടിലേക്ക് എടുക്ക്. വി ഗോട്ട് ലക്കി. നമ്മൾ സമയം കളയാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു. ആ ഭാഗ്യം നമ്മൾ സ്വയം ഉണ്ടാക്കിയതാണ്. യെസ്, എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നത്. പിന്നെ ബാറ്റ്മാൻ എന്നാണ് റിയലാണ് കേട്ടോ. ഇന്ന് രാത്രി ഞാൻ അയാളെ കണ്ടിരുന്നു. അയാൾക്കൊരു നല്ല കാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങ് രാത്രി ഉറങ്ങാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് കഴിച്ചു നോക്കാമോ മാസ്റ്റർ ബ്രൂസ്? പെൻഗിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ഞാനൊന്ന് കൂട്ടിച്ചേർത്ത് നോക്കുകയാണ്. അതായത് ആ പഴയ ആംബിയർ സാമ്രാജ്യമാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതെ, അത് തന്നെയാണ് ഇപ്പോൾ പ്രശ്നം. റോബർട്ട് ത്രോണിൻ്റെ ആ മാഫിയ ഗാങ്ങിനെ ഒതുക്കി നിർത്തുന്നത് ഈ പെൻഗിനായിരുന്നു. ഇപ്പോൾ പെൻഗിൻ്റെ സാമ്രാജ്യം തകർന്നു. ഇതിപ്പോൾ അങ്ങ് സിറ്റിയുടെ മറ്റൊരു ഭാഗം കൂടി റോബർട്ട് ത്രോണിന് കൊടുത്തതുപോലെയല്ലോ. ഇന്ന് രാത്രി എനിക്ക് പിഴച്ചു ആൽഫ്രഡ്. ഇനി ഇതൊരിക്കലും ആവർത്തിക്കാൻ പാടില്ല. ബാറ്റ്മാൻ കേപ്ഡ് ക്രൂസൈഡർ എന്ന ആനിമേറ്റഡ് സീരീസിൻ്റെ സീസൺ 1 ഫസ്റ്റ് എപ്പിസോഡാണ് നമ്മളിപ്പോൾ ഡബ് ചെയ്ത് കഴിഞ്ഞത്. പിന്നെ പിക്ചറൊക്കെ വെച്ചേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം കോപ്പിറൈറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. ഈ സീരീസിൻ്റെ ബാക്കിയുള്ള എപ്പിസോഡുകളൊക്കെ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. പിന്നെ ഷോർട്സിലായിരിക്കും എപ്പിസോഡൊക്കെ ആദ്യം ഇടുന്നത്. നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ ഷോർട്സ് ആദ്യം ചെക്ക് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള കണ്ടൻറ്റുകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.